തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വീഴ്ച സംബന്ധിച്ച ഡോക്ടർ രാജീവ് കുമാർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ 24-ന് കിട്ടി. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിലാണ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിപ്പോയത്. ആദ്യം ശബ്ദ സംഭാഷണം നമുക്ക് ഇത് കുറച്ച് സമയമായിട്ട് വലിയ പരാതി ഉയർത്തിയ സംഭവമാണ്. അത് നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല ഇട്ടത്. നമ്മള് പെട്ട് നിൽക്കാൻ എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാല് പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അത് പിന്നെ ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട് സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാനിതിപ്പോ ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ സുഖമില്ലായിരുന്നു, അതിനെ വിളിക്കാത്തത്. നേരത്തെ അറിഞ്ഞില്ല, നമ്മൾ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്റേ തന്നെ കാണിച്ചപ്പോ ഞാൻ സാധാരണ അനസ്തേഷ്യയിലെ ഈ IV ലൈൻ സെൻട്രൽ ലൈനായിട്ട് ഇടുന്നത് അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു വ്യക്തമായിട്ട് കാണുന്നില്ല. തൊടയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതിട്ടായിട്ട് ഇടണം. പക്ഷെ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാലെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാനല്ല ചെയ്തത്. കാരണം നമ്മൾ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം, നമ്മൾ ചെയ്യുന്ന സാധനമേ അല്ല. ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടി ഉള്ളതാണ് ഇട്ടത്. അതേസമയം DMOയ്ക്ക് പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും സുമയ്യ പറയുന്നു. ഷബീദ് റാവത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. ഇന്നലെ 24-ലൂടെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. 2023 മാർച്ച് മാസമാണ് കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള സുമയ്യ ചികിത്സ തേടി, തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ചികിത്സ തേടി ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ സർജറി നടത്തുന്നു, 8 ദിവസം ICUവിൽ കഴിയുന്നു. ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങിയപ്പോഴും ശ്വാസമുട്ടലും കിതപ്പുമൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഈ രാജീവ് കുമാർ എന്ന് പറയപ്പെടുന്ന ഡോക്ടറെ അടുത്ത് തന്നെ 2 വർഷം ചികിത്സ തേടി. അദ്ദേഹം പലതരത്തിലുള്ള മരുന്നുകൾ കൊടുത്തു. പക്ഷേ അസുഖം ഭേദപ്പെട്ടില്ല. തുടർന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് എക്സ്റേ എടുത്തപ്പോൾ ഈ വയർ, അതായത് ഈ ഗൈഡ് വയർ എന്നാണ് അതിനറിയപ്പെടുന്നത്, ഗൈഡ് വയർ അവരുടെ നെഞ്ചിലുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. തുടർന്ന് വീണ്ടും ഈ രാജീവ് കുമാറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ രാജീവ് കുമാർ ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇടപെട്ടു. അതായത് പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ എക്സ്റേകൾ അദ്ദേഹം വാങ്ങിവെച്ചു, തിരിച്ചു കൊടുത്തില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചില പരിചയമുള്ള ഡോക്ടർമാരായിട്ടുള്ള ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിനോട് ഈ കേസ് റെഫർ ചെയ്തു. അങ്ങനെ ശ്രീചിത്രയിൽ CT സ്കാൻ നടത്തുമ്പോഴാണ് ഇവരുടെ രക്തക്കുഴലിൽ ഇത് ഒട്ടിപ്പിടിച്ചു, ഇത് ഒട്ടിച്ചേർന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ടാകും, അവരുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്നുള്ള കാര്യം അവിടുത്തെ ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ കുടുംബം പേടിച്ച് പരാതിയുമായി രംഗത്തെത്തിയത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ച ശബ്ദരേഖ, ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്, അത് താൻ തിരിച്ചറിഞ്ഞു, അത് ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കൈയൊഴിയുന്നുണ്ട്. പക്ഷേ ഇവർ ആരോപിക്കുന്നത് ഡോക്ടർക്ക് ഇക്കാര്യം അറിയാമായിരുന്നു, ഡോക്ടർ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, മാത്രമല്ല അവർക്ക് പണമൊക്കെ നൽകി എന്നിവർ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വരും മണിക്കൂറുകൾ പുറത്തേക്ക് വരും. ഏതായാലും ഈ വിഷയത്തിൽ സുമയ്യ ഇന്നലെ DMOയ്ക്ക് പരാതി നൽകി. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരക്കിട്ട നീക്കത്തിലേക്ക് കടക്കുന്നില്ല ആരോഗ്യവകുപ്പ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് ഇപ്പോൾ സുമയ്യയുടെ ആലോചന. കാരണം ആ കുടുംബത്തിന്റെ അവസ്ഥ അത്ര ദയനീയമാണ്. പ്രത്യേകിച്ച് അവർക്ക് 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, അവരുടെ ജീവന് തന്നെ ഭീഷണി. അതായത് ഒരു 5 അടി നടന്നാൽ വേച്ചു വീഴുന്ന സാഹചര്യം ആ സ്ത്രീയെ സംബന്ധിച്ച്, ആ 26 വയസ്സുകാരിയെ സംബന്ധിച്ചിട്ട് ഉണ്ട്. ഏതായാലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് ഈ പരാതി ഉടൻ എത്തുകയും ചെയ്യും. ഷബീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.